എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ അങ്ങനെ കാര്യമായിട്ടുള്ള വീഡിയോ ഒന്നുമില്ല. രാവിലെ തന്നെ കായ് വാട്ടി ചായ ഉണ്ടാക്കി മുഹമ്മദിന് കളിക്കാൻ പോകണം. ഓനതും കുടിച്ച് പോയി. പിന്നെ ഞാനും ചായ കുടിച്ച് ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് ചായ ഉണ്ടാക്കണം. വലിയ ചായ ഉണ്ടാക്കണം. മീൻ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. അത് വരട്ടിയിട്ട് ദോശ ഇടാമെന്ന് വിചാരിക്കുന്നു. കുറേ ദിവസമായി മാങ്ങ ഇട്ടിട്ട് മീൻ വരട്ടാത്ത. മാങ്ങ കഴിയുന്നത് വരെ മാങ്ങ ഇട്ടിട്ട് മീൻ കറി വെക്കുമോ മീൻ വരട്ടുമോ മറ്റേ മാങ്ങ ചമ്മന്തിയോ പിന്നെ അങ്ങോട്ട് മൊത്തം മാങ്ങേൻ്റെ പരിപാടിയാണ്. ഉപ്പാക്ക് മാങ്ങ എന്ന് പറയുന്നൊരു സാധനം കണ്ടുകൂടാ. പുളിയും ഇട്ടിട്ട് നല്ല കൊയമ്പനാക്കിയിട്ട് മീൻ ഉണ്ടാക്കണം. അത് മാങ്ങ എത്ര കൊമ്പൊടിഞ്ഞാലും പുളിക്ക് എത്ര വില കൂടിയാലും ഒന്നും മാങ്ങ ഇട്ടിട്ട് ഉണ്ടാക്കുന്ന പരിപാടിയില്ല. നല്ല രസമുണ്ട്. അതിലൊന്ന് മാങ്ങ എടുത്തിട്ട് ദോശ ഇങ്ങനെ ചുരുട്ടിയിട്ട് തിന്നതിന്. ഞാൻ ഉലുവ പൊട്ടിച്ച് അതിലേക്ക് തക്കാളിയും പച്ചമുളകും ഇഞ്ചി ഇട്ട് കൊടുത്ത് പിന്നെ മാങ്ങ ഇട്ട് കൊടുത്ത് കുറച്ചൊരു ഉള്ളു പകുത്ത മാങ്ങയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും. ഇവിടുത്തെ നല്ല ഉളോർ വാങ്ങിയതുകൊണ്ട് നല്ല രസമുണ്ടാവും. അങ്ങനെ ഞാൻ അതെല്ലാം റെഡിയാക്കി അതിലേക്ക് മീനിട്ട് കൊടുത്ത് മീനാടുന്ന് ആകുന്നൊരു സമയത്ത് നമുക്ക് ഇനി അടുത്ത പരിപാടി ദോശ ഇടണം. അതിൻ്റെ മുന്നേ എന്തെല്ലാം നിങ്ങളെ വിശേഷം? മഴ ഉണ്ടോ? ആയിരിക്കും മഴ കിട്ടിക്കോ അല്ലെങ്കിൽ ചൂട് തന്നെയാണോ? പഠിച്ചോനെ ഇതെന്തൊരു ചൂടാ, സഹിക്കാൻ പറ്റുന്നില്ല അങ്ങനെ വിചാരിക്കും. പിന്നെയോ റബ്ബേ ഇത് ചെറിയൊരു പഠിച്ചോൻ്റെ ഇതിൽ ചെറിയൊരു ചൂടാണ് നമുക്ക് തന്നത്. ഇനിയോ എത്ര ചൂട് കിടക്കുന്നു അങ്ങനെ ആലോചിക്കുമ്പോൾ വിചാരിക്കും ഒന്നുമില്ല, ഇതെല്ലാം അങ്ങ് സഹിച്ചാളി, അങ്ങനെയെങ്കിലും സഹിക്കാം. ഏതെങ്കിലും മരത്തിൻ്റെ കീഴിൽ പോയി ഇരുന്നിട്ടോ. എന്നാലും ഒന്നും ഇവിടെ കറണ്ടില്ല, വെള്ളമില്ല, ഫാനിലൊന്നുമില്ല, ഒറ്റ നിലയായതുകൊണ്ട് ഭയങ്കര ചൂടാണ്. എന്നിട്ട് മേലെ പോയി ഇരുന്നിക്കുക. അവിടെ ഇങ്ങനെ മരത്തിൻ്റെ എല്ലാം നല്ല കാറ്റ് കിട്ടും. എന്നാലും മുന്നോട്ടുള്ള ആലോചിക്കുമ്പോൾ ഭയങ്കര ടെൻഷനാണ്. എന്താ ചെയ്യുക, ഇതൊന്നും സഹിക്കാനാവുന്നില്ല. ഇനി അങ്ങോട്ടുള്ളതെല്ലാം സഹിക്കാൻ പറ്റുമോ എന്നല്ല ഇങ്ങനെ ആലോചിക്കും. ഞാൻ കുറേ മാണ്ടാത്ത ആലോചിക്കും. നെഗറ്റീവ് തന്നെ ഞാൻ ആലോചിക്കുക. പോസിറ്റീവ് ഒന്നും വരില്ല. അതുകൊണ്ട് ഞാൻ നെഗറ്റീവ് റോട്ടിൽ കൂടി തന്നെ പോവുകയും ചെയ്യാം. എല്ലാവരും എൻ്റെ അടുത്ത് പറയും ഇങ്ങനെ നെഗറ്റീവ് ആലോചിക്കല്ല, നെഗറ്റീവ് ആലോചിച്ചാൽ അത് തന്നെയാണ് സംഭവിക്കുക എന്ന് പറയും. പക്ഷേ ഞാൻ അത് തന്നെ ആലോചിക്കുക, അത് തന്നെ വരികയും ചെയ്യാം. അങ്ങനെ മീൻ പരട്ടി ദോശയെല്ലാം ചുട്ട് മുഹമ്മദിന് ചായ കൊടുത്ത്. പിന്നെ കുറച്ച് ചിക്കൻ്റെ ഉണ്ടേനു അൽഫാം ആക്കിയതിൻ്റെ ബാക്കി. എനിക്ക് വെള്ളിയാഴ്ച ഓർഡർ ഉണ്ടേനു. ഉന്നക്കായി, കല്ലുമ്മക്കായി, അങ്ങനത്തെ ഇറാനിപ്പോളെല്ലാം അതിൻ്റെ എല്ലാം ചിക്കൻ ഉണ്ടേനു കുറച്ച് ബാക്കി. അതെടുത്തിട്ട് കുറച്ച് ഒരു കൊയമ്പനാക്കിയിരിക്കുന്നു. ഉച്ചക്ക് മന്തി ഉണ്ടാക്കിയിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ മസാല എല്ലാം എടുത്ത് എല്ലാം കൂടെ വെച്ച് കൊടുത്ത് മുഹമ്മദും ഞാനും ചായ എല്ലാം കുടിച്ച്. അപ്പം എനിക്കൊന്ന് പുറത്ത് പോകേണ്ടതുണ്ട്. ഞാൻ നിങ്ങൾക്ക് എൻ്റെ പെരുന്നാൾ ഡ്രസ്സ് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ പെരുന്നാൾ ഡ്രസ്സ്. ഇത് ഞാൻ ഇട്ടിക്കൊന്നുമില്ല, പെരുന്നാൾക്ക് പനിയല്ലേനാ. പിന്നെ ഇനി ഷാളും എടുത്തിക്കില്ല. ഇനിയിപ്പോൾ ഷാൾ എടുക്കണം. എനിക്ക് പെരുന്നാൾക്ക് എടുത്ത് തന്നതാണ്. എൻ്റെ ഡ്രസ്സ് ഇഷ്ടമായിട്ടുണ്ടോ എന്ന് പറയണേ. അതേപോലെ തന്നെ നിങ്ങളോടെല്ലാം ഒന്ന് പറയാനുള്ളത്, എൻ്റെ വയറുവേദന ഒട്ടും കുറവില്ല. എല്ലാവരും ഒന്ന് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്ത്. ഇവിടെ കോഴിക്കോട് പരിസരത്തുള്ള ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കോഴിക്കോട് ഏതെങ്കിലും ഒരു ഡോക്ടറും ഉണ്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്ത് പറയണേ. ആരാ നല്ലത്, ആർക്കാ നല്ലത്? സ്കാനിങ് ഒന്നും എടുത്തിട്ടൊന്നും അതിലൊന്നും കാണിക്കുന്നൊന്നുമില്ല. പിന്നെ മുഹമ്മദിന് പാർസൽ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ കാര്യമായിട്ടൊന്നും കൊടുത്തൊന്നുമില്ല. തലേന്നത്തെ കുറച്ച് മീൻ കറി ഉണ്ടേനും അതും കൊടുത്ത്, പഴുത്ത മാങ്ങ അരിഞ്ഞു കൊടുത്ത്, പിന്നെ 2 മത്തി എടുത്ത് പൊരിച്ചു കൊടുത്ത്. പിന്നെ എനിക്ക് ബായി പുണ്ണായിട്ടൊന്നും കഴിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നു. അങ്ങനെ മോരും വെള്ളമാക്കിയിട്ടും ഒരു ഡബ്ബയിൽ അതും കൊടുത്തു. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക,
ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കേ.